നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭ മുൻ കൌൺസിലറും ജനപ്രതിനിധിയുമായിരുന്ന അമൽ ബാബുവിന്റെ നിര്യാണത്തെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. അമൽ ബാബുവിന്റെ വേർപാട് മൂവാറ്റുപുഴയ്ക്ക് തീരാനഷ്ടമാണെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും യോഗം അറിയിച്ചു. മൂവാറ്റുപുഴ നഗരസഭ മുൻ കൌൺസിലറും ജനപ്രതിനിധിയുമായിരുന്ന അമൽ ബാബുവിന്റെ നിര്യാണത്തെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ പൗരജനാവലിയുടെ അനുശോചന പ്രമേയം ചെയർപേഴ്സൺ യോഗത്തിൽ അവതരിപ്പിച്ചു. മൂവാറ്റുപുഴ പൗരാവലിക്ക് വേണ്ടി മുനിസിപ്പൽ കൗൺസിൽ പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അമൽ ബാബുവിന്റെ ജനസേവനവും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ പ്രവർത്തനങ്ങളും അനുസ്മരിച്ച് വിവിധ നേതാക്കൾ അനുശോചന പ്രഭാഷണങ്ങൾ നടത്തി. സാധാരണക്കാരോട് താഴെത്തട്ടിൽ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ട് ഈ കുറഞ്ഞ കാലയളവിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ദീപശിഖാന്വിതമായ നീലപതാക ഉയർത്തിപ്പിടിച്ച് വലഞ്ചേരിയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നാൾവഴികളിലൂടെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എത്രയോ പാർട്ടി പ്രവർത്തനത്തിന്റെ യഥാർത്ഥമായ തലങ്ങളിൽ അദ്ദേഹം നമ്മളോടൊത്ത് ഒരു സ്ഥിര സാന്നിധ്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അമലിനെ കുറിച്ച് നമുക്ക് ആറ്റിക്കുറുക്കി എന്ത് പറയാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കഴിഞ്ഞ 33 വർഷം അല്ലെങ്കിൽ 34 വർഷക്കാലത്തിനിടയിൽ അമല് സ്വന്തം കാര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കാളും അധ്വാനത്തെക്കാളും കൂടുതൽ 100% പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അവനെ മൂവാറ്റുപുഴ നഗരസഭയുടെ യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ഓർഡർ റെഡി ആയിട്ടിരിക്കുകയാണ്. എവിടെ കൊടുക്കുമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോയിൻമെന്റ് ഓർഡറിന് താമസം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണി തുടങ്ങിക്കോളാം, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയണം, ഞാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, സാരമില്ലടാ, നീ ഓർഡറിനൊന്നും നോക്കി നിൽക്കണ്ട, ബാക്കി കാര്യങ്ങൾ തുടങ്ങിക്കോ, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഒരു ഓർഡർ വന്നപ്പോൾ അമലില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നഗരസഭയോട് ചേർത്ത് നിർത്താനായിട്ട്, ഞങ്ങളോടൊക്കെ ചേർത്ത് നിർത്താനായിട്ടാണ് യൂത്ത് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അവനെ നിർദ്ദേശിച്ചത്. ഡീൻ കുര്യാക്കോസ് എം പി, മാത്യുകുഴൽനാടൻ MLA, CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു, KPCC സെക്രട്ടറി KM സലീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PA ബഷീർ, നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം, കേരള കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി KM ജോർജ്, BJP പ്രതിനിധി മനോജ് G, CMB ഏരിയ സെക്രട്ടറി MS സുരേന്ദ്രൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ PP എൽദോസ്, മേരി ജോർജ് തോട്ടം, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, CPIM ലോക്കൽ സെക്രട്ടറി KG അനിൽകുമാർ, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് നൌഷാദ്, നഗരസഭാ ജീവനക്കാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം, ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.